ഞാൻ കാണുന്ന വി ടി ബൽറാം തൃശ്ശൂർ ജില്ലയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി അതിനു മുന്നുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് കൂട്ടാൻ പറ്റും. സുരേഷ് ഗോപി ജയിക്കും. സുരേഷ് ഗോപി ആരാന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തൃശ്ശൂരിലെ ആളുകളാണ്. ഈ കോൺഗ്രസിന് എന്താണ് പറ്റിയിരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോന്നല്ല, അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ കോൺഗ്രസിൽ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളതല്ലേ. BJP അക്കൗണ്ട് തുറക്കും. ഇന്ന് ആണ് നമ്മൾ കണ്ടത് തൃശ്ശൂരിലെ MLA CPI നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ രാമനെ കുറിച്ചും സീതയെക്കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ്, പരിഹാസവും പുച്ഛവും അധിക്ഷേപവും ഒക്കെ ചേർത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും, ചില ആളുകളുടെ പ്രതികരണങ്ങളും, ചില തിരിച്ചടികളും, നമ്മൾ വിചാരിക്കുന്ന പോലെ മുഴുവൻ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ. അയോധ്യ വിഷയത്തിൽ ചിത്ര ഒരു പ്രസ്താവന നടത്തി. അത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഗുണം ചെയ്യുകയാണ്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന വി ടി ബൽറാം, ഞാൻ കാണുന്ന വി ടി ബൽറാം തൃശ്ശൂർ ജില്ലയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി അതിനു മുന്നുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് കൂട്ടാൻ പറ്റുമോ? ഈ വരുന്ന ഒരിക്കലും ഇല്ല. അത് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒരു 6 മാസം മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് സിറ്റിംഗ് MP ഉണ്ട്. കേരളത്തിൽ 18 മണ്ഡലങ്ങളിലും UDF സംബന്ധിച്ച് സിറ്റിംഗ് MPമാരുണ്ട്. അപ്പൊ അവരൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രത്യേകിച്ചും എലക്ഷൻ ഓറിയന്റഡ് വർക്കുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ഥാനാർത്ഥി തീരുമാനം ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേ വരുള്ളൂ. ഏതായാലും വി ടി ബൽറാം ഒരു സ്ഥാനാർത്ഥി ആയിട്ട് ഈ ഘട്ടത്തിലില്ല. ഉറപ്പിച്ച് പറയാൻ പറ്റും പാർലമെന്റ് മത്സരത്തിനുണ്ടാകില്ല. അല്ല, ഞാൻ പറയുന്നത് എന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. അത് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചു. അത് എന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ഓരോ സിറ്റിംഗ് MPയും കഴിഞ്ഞ 5 വർഷം ഒരുപാട് പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു MPക്ക് ഒരു വികസനം എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് MP ലാഡ് ഫണ്ട് വേണം. ഈ കൊറോണയുടെ ഒക്കെ പേര് പറഞ്ഞ് 2-3 വർഷം ആ MP ലാഡ് ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികൾക്കിടയിലും ജനകീയമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളുടെ MPമാരൊക്കെ വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണ്, വളരെ പോപ്പുലറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പൊതുവിലുണ്ടായിരിക്കുന്ന ഒരു ധാരണ. ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെ, അത് ഈ തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണക്കൂട്ടിയിട്ടുണ്ടോ? കാര്യമായി തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റു പല തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ എന്താണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സംഘപരിവാർ ഇലക്ഷൻ കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് കൃത്യമായ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്, വർഗീയതയുടെ രാഷ്ട്രീയമാണ്, ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ്, ചില വിഭാഗങ്ങളെ പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ്. ഇപ്പം കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇത് 80% 20% തമ്മിലുള്ള യുദ്ധമാണെന്നുള്ളതാണ്. എന്താണ് 80% 20% എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് അർത്ഥമാക്കാം. അപ്പൊ സാധാരണഗതിയിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി 5 വർഷം ഭരണത്തിലിരുന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയ നേതാവും ഒരു തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിന്റെ കാരണമായിട്ടാണല്ലോ പല കാര്യങ്ങൾ പറയും. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞങ്ങളുടെ നയങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, മറ്റവരുടെ നയങ്ങൾ അപ്പുറത്ത് വേറെ രീതിയിലാണ്, ഞങ്ങളുടേതാണ് ശരിയായ നയങ്ങൾ, ഞങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇലക്ഷനിൽ പ്രസംഗിക്കേണ്ടത്. അപ്പോ യോഗി ആദിത്യനാഥ് പക്ഷെ പ്രസംഗിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാലാണ് വോട്ട് കിട്ടുക എന്നുള്ള അദ്ദേഹത്തിന് അറിയാം. ആ നിലയിലുള്ള റിസൾട്ടാണ് പിന്നീട് വരികയും ചെയ്തത്. അപ്പോ അങ്ങനെ പറയുമ്പോൾ അത് ആ പർട്ടിക്കുലർ ആൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു കാരണമായി കാണുന്ന തരത്തിൽ ഇന്ത്യയിലെ വോട്ടർമാർ മാറി എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് നമ്മൾ ആകുലപ്പെടുത്തുന്ന കാര്യം. അപ്പൊ മുൻപ് മറ്റേതൊരു കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിലാണെങ്കിലും ഇത്രയും പരസ്യമായി ഒരു വിഭാഗത്തെ പുറന്തള്ളുന്ന ഈ എക്സ്ക്ലൂസിവിസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയത്തെ
അത് ഫാഷിസ്റ്റ് രാഷ്ട്രീയമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിവേകം ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ ഇലക്ടറേറ്റ് പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് പ്രതികരിക്കുന്നത് നേർവിപരീത ദിശയിലാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ രാമക്ഷേത്രം എന്ന് പറയുന്നത് BJP സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ക്യാമ്പയിൻ പോയിന്റ് ആയിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ കാണാൻ സാധിക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രാക്ഷൻ ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മറികടക്കണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കണം. കോൺഗ്രസ് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിക്കുകയാണ്. ഈ 10 വർഷത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ക്യാമ്പയിനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തിയത്. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പൊ ഭാരത് ജോഡോ ന്യായ് യാത്ര മുന്നോട്ട് വയ്ക്കുന്നത്. ആ ന്യായ് എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്ന, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ആശയമാണ് ജസ്റ്റിസ് എന്നുള്ളത്. ജസ്റ്റിസിന് തന്നെ കേവലമായിട്ടുള്ള ഒരു അർത്ഥതലമല്ല, 3 തലത്തിലുള്ള ജസ്റ്റിസിനെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ്. അപ്പോൾ രാഷ്ട്രീയ നീതി ഇന്ന് ഇന്ത്യയിൽ എവിടെ എത്തി നിൽക്കുന്നു? ഒരു ആൾക്ക് അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ. ഇപ്പൊ പാർലമെന്റിൽ അംഗങ്ങൾ ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചാൽ 100-150 അംഗങ്ങളെ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയാണ്. പാർലമെന്റ് സമ്മേളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സമ്മേളിക്കുന്നുണ്ട്. പല നിർണായക നിയമനിർമ്മാണങ്ങളും നടക്കുന്നത് ഈ ദോശ ചുടുന്ന പോലെയാണ്. രാവിലെ അവതരിപ്പിക്കുന്നു, വൈകുന്നേരത്തിനുള്ളിൽ പാസ്സാക്കുന്നു, ഒരു ചർച്ചയില്ല. അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ്, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, ഓരോ വർഷവും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സിൽ ഇന്ത്യ താഴേക്ക് പോവാണ്. ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് ആൻഡ് ഫ്രണ്ടിയേഴ്സ് ഓരോ വർഷവും ഗ്ലോബൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്തിറക്കുമ്പോൾ 2 വർഷം മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം 142 ആയിരുന്നു. അതിന് ശേഷമുള്ള വർഷം 152 മാറി. ഈ വർഷം 160 180 രാജ്യങ്ങളിലാണ് ആലോചിച്ചോണം. അപ്പൊ ഇനി ഇന്ത്യയുടെ പുറകിലുള്ളത് ചൈനയുണ്ട്, കൊറിയ ഉണ്ട്, ഇറാൻ ഉണ്ട്, അതുപോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങൾ, മതരാജ്യങ്ങൾ, തുർക്കി പോലുള്ള രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യങ്ങൾ കുറച്ചെണ്ണേ ബാക്കിയുള്ളൂ. ഒരു നല്ല ജനാധിപത്യ രാജ്യമൊന്നും അതിന്റെ 7 ഇലയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട്. മറുഭാഗത്ത് ഇക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തിക നീതി എന്ന് പറയുന്നത് ആ സങ്കല്പം തന്നെ ഇല്ലാതാവുകയാണ്. വലിയ രീതിയിൽ ഒരു അന്തരം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഉണ്ടാവുന്നു. സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിക്കുന്നു. ചുരുക്കം ചില അദാനിമാർക്ക് വേണ്ടി ഭരണകൂടത്തെ പൂർണ്ണമായി വിൽപ്പനച്ചരക്കാക്കി വെച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം. അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഞങ്ങളുടെ കാലത്ത്, UPA കാലത്ത് 450 രൂപയ്ക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ വീട്ടിലെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അത് 1200 വരെ എത്തി. പിന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കുറച്ച് 10-20 കുറച്ച് ഇപ്പൊ 950 എത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും 1200-1300 അത് എത്തും. പെട്രോളിന് ഡീസലിനുള്ള വില, സാധാരണക്കാർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, വിലക്കയറ്റത്തിന്റെ രൂക്ഷത, അതൊക്കെ വലിയൊരു സാമ്പത്തികമായിട്ട് അസമത്വം ഇവിടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പരിഹരിക്കാൻ പറ്റാത്ത അസമത്വത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. അതോടൊപ്പം കോൺഗ്രസ് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം കൂടി വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയാണ്. കോൺഗ്രസ് മുൻകാലങ്ങളിൽ വേണ്ടത്ര അക്കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊരു വിമർശനം എനിക്കടക്കമുണ്ട്. ഈ നാട്ടിലെ വിവിധ സമൂഹങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, അവർക്ക് എത്രത്തോളം അധികാര പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്, അങ്ങനെ പങ്കാളിത്തം ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, വളരെ നമ്മുടെ എന്താ പറയുക, സാമൂഹ്യ ഘടനയിൽ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത്: അടിയന്തരമായ ഒരു കാസ്റ്റ് സെൻസസ് നടത്തണം. കാരണം എത്ര സമുദായങ്ങളുണ്ട്, എത്ര വിഭാഗങ്ങളുണ്ട്, അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ അധികാര ഘടനയിൽ അതത്രോളം അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഒരു കാസ്റ്റ് സെൻസസ് നടത്തണം. അപ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്: ജിത്നി ആബാദി ഉത്ന ഹക്ക്. എത്രയാണോ ജനസംഖ്യ അത്രത്തോളം അധികാരവും വേണം. അപ്പോൾ ഈ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തെ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ന്യായ് എന്ന് പറയുന്ന ആശയം ഈ 3 തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും രാഷ്ട്രീയ നീതിയും ഉറപ്പുവരുത്താൻ ഉള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാവണം. അതിനുള്ളൊരു അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നുള്ള ഒരു വിശാലമായ ക്യാൻവാസിലാണ് ജനകീയ പ്രശ്നങ്ങളെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നത്. ഇവിടെ എല്ലാ യാത്ര വളരെ ദയനീയമായുള്ള പരാജയം ഉണ്ടായിരുന്ന 2 സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നു. ഈ കോൺഗ്രസിന് എന്താണ് പറ്റിയിരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഉണ്ടായിരുന്ന സംസ്ഥാനം വരെ നഷ്ടപ്പെടുന്നു, നമുക്ക് നഷ്ടപ്പെടുന്നു. വോട്ടിന്റെ ഇതിൽ വർദ്ധിക്കുന്നുണ്ട്. പരാജയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ബൽറാം ഒന്ന് വിലയിരുത്തി നോക്കിയിട്ടുണ്ട്? വളരെ ഡീപ്പായിട്ട് ആ സംസ്ഥാനങ്ങളുടെ സാഹചര്യം എനിക്ക് നേരിട്ട്
പരിശോധിക്കാനോ അറിയാനോ ഉള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ രാജസ്ഥാനിൽ കുറച്ച് ദിവസമൊക്കെ മറ്റു രീതിയിലൊക്കെ ട്രാവൽ ചെയ്തിരുന്നു. ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതുപോലെ ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞത്. ഒരു ഡെവലപ്മെന്റിന്റെ പേരിൽ ഇനിയൊരു മറ്റ് ഗവൺമെന്റിനെ ചൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത്രത്തോളം ഓരോ വിഭാഗം ആളുകളെയും കാറ്റർ ചെയ്യുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജസ്ഥാൻ ഗവൺമെന്റ് നടത്തിയിരുന്നു എന്നുള്ളതാണ് പലരുമായിട്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പോലും. പക്ഷെ അവരൊക്കെ പറയുന്നു എന്നാൽ പോലും ഈ തവണ BJP ജയിക്കുകയുള്ളൂ. അപ്പോ എന്താണ് അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ നമുക്ക് കഴിയുന്നില്ല. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഒരു എന്താ പറയാ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നില്ല. അവസാനത്തിൽ ഒരു പാച്ചപ്പ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരു യോജിച്ച ഒരു ലീഡർഷിപ്പ്, പരസ്പര ധാരണയോടുകൂടി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ, അതൊന്നും ഇല്ലാത്തൊരു തമ്മിലടിയുടെയും ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം ഒതുക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം. പുറത്തുനിന്നുള്ള ഒരു ഫീലിംഗിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഒരു മറുഭാഗത്ത് അങ്ങനെയല്ല. മറുഭാഗത്ത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് പോലും ഇല്ല. മോദി എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിലും വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ആ നിലയിലുള്ള ഒരു വളരെ ഒംനിപൊട്ടന്റ് ആയിട്ടുള്ള ഒരു വലിയ നേതാവ് അയാളുടെ പേരിൽ ഇലക്ഷനിൽ വോട്ട് ചോദിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. പ്രാദേശികമായിട്ടുള്ള നേതൃത്വം, എന്നാൽ പ്രാദേശികമായിട്ടുള്ള നേതൃത്വവും പല തട്ടിൽ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ആളുകളുടെ ഒരു പെർസെപ്ഷനെയോ ആളുകളുടെ ഒരു ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതാണ് കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും എനിക്ക് തോന്നുന്നു. എന്നാൽ അതിന് പകരമായിട്ട് ഇപ്പം തെലങ്കാനയിൽ ഉണ്ടായത് എന്താ? 2.5 വർഷം മുമ്പാണ് രേവന്ത് റെഡ്ഡിയെ മുന്നോട്ട്. അപ്പൊ രേവന്ത് റെഡ്ഡിയാണ് അടുത്ത ചോയ്സ്, രേവന്ത് റെഡ്ഡിയാണ് അടുത്ത മുഖ്യമന്ത്രി. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു നേതാവിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമുക്ക് നടത്താൻ സാധിച്ചു. അതിനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പറയുമ്പോൾ KCR എന്ന് പറയുന്നത് വലിയ സ്റ്റേച്ചറുള്ള നേതാവാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ പലരും അങ്ങനെ അഭിപ്രായ വോട്ടെടുപ്പുകളും എക്സിറ്റ് പോൾ റിസൾട്ട് വരെ പുറത്തു വന്നപ്പോഴും പലരും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ KCR മാനേജ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അതൊക്കെ മറികടക്കുന്ന തരത്തിൽ വലിയൊരു വേവ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ലീഡർഷിപ്പിനെ ഉയർത്തിക്കാട്ടുന്ന കാര്യത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി ജാഗ്രത കാണിച്ചാൽ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നാൽ സ്വാഭാവികമായിട്ട് അതിന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ യോജിപ്പില്ലായ്മ കേരളത്തിലുമുണ്ട്. കേരളത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ നിലയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കഴിയുന്ന അവസ്ഥയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. താങ്കൾ പറഞ്ഞൊരു നിരീക്ഷണത്തെ ആ ഒരു തലത്തിൽ ഞാൻ യോജിക്കുകയാണ്. എന്നാൽ നേതാക്കന്മാർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ല. അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ കോൺഗ്രസിൽ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളതല്ലേ. പഴയ കാലത്ത് എന്തായിരുന്നു? അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ നിങ്ങള് ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ക്യാമറയുമായിട്ട് ഒരു 10-15 ആളുകൾ വരും. അതോടൊപ്പം ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ പല തരത്തിലുള്ള ആംഗിളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ചില ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ചില പെരുമാറ്റോ അല്ലെങ്കിൽ ചില ചിരിയോ അതല്ല, ഞാൻ അത്തരത്തിലുള്ള ഒരു ഉദാഹരണമല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലതും വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യപ്പെടും. അതല്ലാതെ മുൻകാലങ്ങളിലൊക്കെ പല നേതാക്കന്മാരും വളരെ ആസൂത്രിതമായി കൽപ്പിച്ചു കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നല്ലോ. പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധ പ്രഖ്യാപനത്തിന് പറയാൻ വേണ്ടി തന്നെ. അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ. ആ അന്തരീക്ഷമൊക്കെ എന്നോ ഞങ്ങൾ മറികടന്നു. ഇപ്പൊ ഒരുമിച്ചിരിക്കുമ്പോ പ്രശ്നങ്ങളാണ്. ഇപ്പൊ അല്ല, അങ്ങനെ പ്രശ്നമല്ല. പ്രശ്നം എന്നുള്ള നിലയിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പുറത്തൊന്നും ഒരുമിച്ചിരിക്കുന്ന ഒരു പിക്ചർ പോലും നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. അതല്ലേ ഇപ്പോ ഈ കോവിഡിന്റെ സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ പത്രസമ്മേളനം നടത്തിയിരുന്നത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർക്ക് അത് അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോ മുഖ്യമന്ത്രി ഏറ്റെടുത്തു. പിന്നെ ശൈലജ ടീച്ചറുടെ സ്ഥാനം ഒരറ്റത്തായി, മിണ്ടാതിരിക്കുക, കാഴ്ചക്ക് ഇരിക്കുക എന്നല്ലാണ്ട്. അപ്പൊ അങ്ങനെ ടേക്ക് ഓവർ കോൺഗ്രസിൽ നടക്കില്ലല്ലോ. കോൺഗ്രസ് കുറേയും കൂടിയും അങ്ങനെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള ടേക്ക് ഓവറുകൾക്ക് നിന്നു കൊടുക്കുന്ന ഒരു പാർട്ടിയല്ല. നേതാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, ഈ പറഞ്ഞത് ഐക്യമില്ലായ്മ തുടരുന്നുണ്ട് കോൺഗ്രസിൽ ഇപ്പോൾ. ഐക്യമില്ലായ്മ എന്ന് പറയുന്ന അന്തരീക്ഷം ഇല്ല, അത് ഞാൻ നിഷേധിക്കുകയാണ്. നിങ്ങൾ ഒരു പക്ഷേ മൈ ബി യുവർ ഇംപ്രഷൻ, ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഐക്യമില്ലായ്മ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഐക്യത്തോടു കൂടി തന്നെയാണ്, പരസ്പര ധാരണയോട് കൂടി തന്നെയാണ്, മുൻപ് എന്നത്തേക്കാളും കൂടുതലായിട്ട് പരസ്പര ചർച്ചയോടുകൂടിയാണ്
കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രണ്ട് ദിശയിലൂടെ യാത്ര ചെയ്തു. ഒരിക്കലല്ല, ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ അതിന്റെ KPCC വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പലപ്പോഴും ഇവർ തമ്മിലുള്ള ചർച്ചകൾക്കും ആശയവിനിമയങ്ങൾക്കും ഒക്കെ പല രീതിയിൽ സാക്ഷിയും മീഡിയേറ്ററും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. BJP അക്കൗണ്ട് തുറക്കും? ഒരിക്കലും ഇല്ല. സുരേഷ് ഗോപി ജയിക്കും? അയ്യോ, അത് തൃശ്ശൂരിലെ സാധാരണ വോട്ടർമാരെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ളൊരു ചോദ്യമാണ്. സുരേഷ് ഗോപി ആരാന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തൃശ്ശൂരിലെ ആളുകളാണ്. പ്രത്യേകിച്ച് ഇപ്പൊ സമീപ ദിവസങ്ങളിലൊക്കെ ചെയ്ത അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു എന്താ പറയാ, ഒരു പൊയ്മുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വിലയിരുത്തൽ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അല്പം നിൽക്കുന്ന ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ് തൃശ്ശൂരിലെ BJP-ക്കാർക്ക് അടക്കമുള്ള അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? ആയിരിക്കും. ഈ പുറമേക്കുള്ള നാട്യമൊക്കെ ശേഷം അടിസ്ഥാനപരമായിട്ട് ഒട്ടും അപ്രോച്ചബിൾ ആയിരിക്കില്ല. ഇപ്പൊ തന്നെ BJP-ക്കാർക്ക് അടക്കമുള്ള അഭിപ്രായം ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. ഒട്ടും അപ്രോച്ചബിൾ അല്ലാത്ത വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ഉപരിപ്ലവമാണെന്നും എത്രത്തോളം പൊള്ളയാണെന്നൊക്കെ നമുക്ക് കണ്ടല്ലോ. അദ്ദേഹം ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആ നിലയിലുള്ള അടിസ്ഥാനപരമായിട്ട് BJP-യുടെ പ്രത്യയശാസ്ത്രത്തിന് ആ നിലയിൽ ചേരുന്ന ഒരാളാണ്. പക്ഷെ അതല്ല എന്നുള്ള നിലയിലൊരു പൊയ്മുഖം അദ്ദേഹം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ, ഈ ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിനെയൊക്കെ നോക്കിക്കാണാൻ കഴിയുന്ന വിവേകം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെയൊന്നും BJP-യുടെ അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. സിനിമ കാണാറുണ്ടോ? ഇപ്പം റീസെന്റ് ആയിട്ട് സത്യത്തിൽ ഒരു 5-6 മാസമായിട്ട് വളരെ കുറവാണ്, കുറച്ച് കുറവാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു? ഇല്ല. അങ്ങനെ ആരെങ്കിലും സമീപിച്ചിരുന്നു? ഇല്ല, ആ നിലയ്ക്ക് സീരിയസ് ആയിട്ടുള്ള സമീപനമല്ല. ഞാൻ ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് MLA കുറച്ച് വന്ന സമയത്ത് അന്ന് ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഒന്നിച്ച് പിന്നെ ഷാഫിയൊക്കെ ഒരുമിച്ചുള്ള അതൊരു സീരിയസ് ആയിട്ടുള്ള പ്ലാൻ ഒന്നും ആയിട്ട് എനിക്കും തോന്നിയില്ല. കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിനപ്പുറത്ത് അഭിനയമൊന്നും നമുക്ക് പറ്റുന്ന മേഖലയല്ലല്ലോ. നമ്മുടെ ഒരു കോർ സ്ട്രെങ്ത് ആണ് എന്താണ് എന്നൊക്കെ നമുക്കറിയാലോ. അഭിനയമൊന്നും നമുക്ക് ഒട്ടും പറ്റുന്ന വഴങ്ങുന്ന ഒരു മേഖലയേ അല്ല. സിനിമ കാണുന്നത് കുറവാണെന്ന് പറഞ്ഞെങ്കിലും സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സിനിമ ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഫിലിം ഫെസ്റ്റിവലില് മിക്കവാറും എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ദിവസം നിന്ന് ഒരു 10-20 സിനിമയോളം ഒരു ദിവസം 4-5 സിനിമകൾ വീതം കണ്ട് അങ്ങനെ കാണുന്ന ആളാണ്. ഇത്തവണ പോകാൻ പറ്റിയില്ല. പഠിക്കുന്ന സമയത്തും കോളേജ് ജീവിതത്തിലും ആരുടെ ഫാനായിരുന്നു? സിനിമയിൽ ഈ മോഹൻലാൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. മമ്മൂട്ടി ഇഷ്ടമല്ല എന്നല്ല, അന്നത്തെ സൂപ്പർ സ്റ്റാർസിൽ മോഹൻലാലിന്റെ കുറേ നല്ല സിനിമകൾ ഇറങ്ങിയ കാലമാണ് ഞങ്ങളുടെയൊക്കെ സ്കൂൾ കോളേജ് കാലം. പിന്നെ അന്നൊക്കെ സിനിമ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഈവന്റ് ആണല്ലോ. നമ്മളൊരു ഒരുങ്ങി പുറപ്പെട്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ അയോധ്യ വിഷയത്തിൽ ചിത്ര ഒരു പ്രസ്താവന നടത്തി, ഗായിക. വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായി. ഓരോ ആളുകളുടെ വിശ്വാസം അവരുടെ വിശ്വാസമായിരിക്കും അവർ പറയുക. മോഹൻലാലിന് ക്ഷണം നൽകിയിരുന്നു, ക്ഷണിച്ചിട്ട് മോഹൻലാൽ പോയിരുന്നില്ല. അപ്പോൾ അതിന് വേറെ രീതിക്ക് സംഘി വിമർശനമുണ്ടായി. ചിത്ര പറഞ്ഞപ്പോൾ സംഘികൾ ന്യായീകരിക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു. അതെങ്ങനെയാണ് താങ്കൾ? ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന ഒരു അസഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞതിന്റെ ഒരു വേറൊരു രൂപമാണിത്. നമ്മൾ ഈ ആളുകളെ ചുമ്മാ ബ്രാൻഡ് ചെയ്യാൻ മിടുക്കന്മാരാണ് കേരളത്തിലെ. എന്തെങ്കിലും ഒരു നേരിയ വിയോജിപ്പ് അവരുടെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തോടോ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഒരു വരിയോടോ ഒരു വാക്കിനോടോ ഉണ്ടെങ്കിൽ പോലും ഉടനെ അവരുടെ കംപ്ലീറ്റ് ഭൂതകാലത്തെ മറന്നുകൊണ്ട് അവരൊരു പ്രത്യേക കള്ളിയിലേക്ക് അടയ്ക്കുക, എന്നിട്ട് നേരെ വളരെ നിലവാരമില്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുക. അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതേ അല്ല. ആ നിലയിൽ ചിത്രയുടെ അഭിപ്രായത്തോട് യോജിപ്പുള്ള ആളുകളുണ്ടാവും, വിയോജിപ്പുള്ള ആളുകളുണ്ടാവും. പക്ഷെ മലയാളികൾ എത്രയോ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരിയാണ് അവര്. ഒരു സാംസ്കാരിക രംഗത്ത് നമുക്ക് പലരോടും സാധാരണഗതിയിൽ ആദരവൊക്കെ തോന്നും. പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിക്കും സ്വന്തം വീട്ടിലൊരു ചേച്ചി എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു അടുപ്പം, വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ ഒരു അങ്ങനെയൊക്കെ ഹൃദയത്തിൽ കുറച്ചാളുകൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരാളാണല്ലോ ചിത്ര. അപ്പൊ അവർക്കൊക്കെ നേരെയുള്ള അത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഗുണം ചെയ്യാണ്. നമ്മുടെയൊക്കെ ആശങ്ക അതുകൊണ്ടാണ്. അവർ ഒരു അഭിപ്രായം പറഞ്ഞതിലെ കാഴ്ചപ്പാടുകളോട് വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ നിലയിലുള്ള സൈബർ അറ്റാക്കിന് വിധേയമാവുന്നത്, അവരെ വിധേയരാക്കുന്നത്
യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാവണം. ഇനിയിപ്പോൾ അത് ഉദ്ദേശിച്ച് തന്നെയാണോ ഇവർ ചില ആളുകൾ ഒരുങ്ങിപ്പുറപ്പെടുന്നതെന്ന് അറിയില്ല, ഇങ്ങനെ കളമൊരുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇന്ന് ആണ് നമ്മൾ കണ്ടത് തൃശ്ശൂരിലെ MLA CPI നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ രാമനെ കുറിച്ചും സീതയെക്കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ്, പരിഹാസവും പുച്ഛവും അധിക്ഷേപവും ഒക്കെ ചേർത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പിൻവലിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ വല്ല അന്തർനാടകത്തിന്റെയും ഭാഗമാണോ? BJPക്ക് കൂടുതൽ തൃശ്ശൂരിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ തൃശ്ശൂർ MLA തന്നെ CPIയുടെ നേതാവ് കൂടിയായിട്ടുള്ള ആള് തന്നെ അത് ചെയ്തത് എന്നതടക്കം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം ഇന്നത്തെ കാലത്ത് അതടക്കം പ്രതീക്ഷിക്കണം. അത്രയും സംശയം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് തൃശ്ശൂരാണ്, CPI നേതാവാണ്, തൃശ്ശൂരിലെ MLA ആണ്. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഈ നിലയിലുള്ള ഒരു പ്രതികരണം നടത്തുമ്പോൾ തൃശ്ശൂരിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കൗണ്ടർ റിയാക്ഷൻ ആർക്ക് ഗുണമായിരിക്കും? തീർച്ചയായിട്ടും. സാധാരണ ഹിന്ദുമത വിശ്വാസിയെ കൂടി സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് കുറച്ചുകൂടി അങ്ങ് തള്ളി നീക്കുക എന്നുള്ള ഒരു അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരികയാണ്. നമ്മുടെ യഥാർത്ഥത്തിൽ മതനിരപേക്ഷവാദികളുടെ ടാസ്ക് വളരെ ദുർഘടമാണ്, വഴി വളരെ ദുഷ്കരമാണ് നമ്മുടെ ദൗത്യം. കാരണം ഈ നിലയിലുള്ള കുത്തിത്തിരിപ്പുകളെയൊക്കെ അതിജീവിച്ച് ആളുകളെയൊക്കെ ഒരു സോഫ്റ്റ് ലൈനിൽ നിർത്തുക, കുറച്ചുകൂടി ഒരു മിഡിൽ പാത്തിൽ നിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബൽറാം ചെയ്ത ഒരു പ്രവൃത്തി അത് ചെയ്യരുത് എന്ന് പിന്നീട് ചിന്തിക്കുകയും അത് ചെയ്ത് തെറ്റായി പോയി എന്ന് ആരെങ്കിലും പറഞ്ഞൊരു കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? അത്തരത്തിൽ പല കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ ചെയ്യാറുള്ളത് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എനിക്കെതിരായിട്ട് വിമർശനമായിട്ടുള്ള പല വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ നിലപാട് അതാണ്. ഞാനിത് ഒറ്റത്തവണ പറഞ്ഞു, ഇനി പറയാനില്ല. കാരണം എൻ്റെ രീതിയല്ല ഇത്. പർട്ടിക്കുലർ ആൾക്ക് അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടി വന്നതാണ്. അതുതന്നെയാണ് എൻ്റെ രീതി. അപ്പോൾ അത്തരത്തിൽ ഓരോ വിമർശനങ്ങളും നമ്മളെ സംബന്ധിച്ച് സ്വയം നവീകരിക്കാനുള്ളൊരു അവസരം തന്നെയാണ്. പക്ഷെ ചിലർ അത് സമ്മതിക്കില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊന്നും സമ്മതിച്ചു തരില്ല. 10 വർഷം മുമ്പ് പറഞ്ഞതും ഒക്കെ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലർ ഒരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പർട്ടിക്കുലർ കള്ളിയിൽ അടച്ചാലേ അവർക്ക് ആക്രമിക്കാൻ പറ്റുള്ളൂല്ലോ. അപ്പൊ അതിനുവേണ്ടി അവര് സ്ഥിരമായിട്ട് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊന്നിച്ചു. ഏറ്റവും സ്നേഹം ആരോടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുന്ന ഒരു വ്യക്തി ആരായിരിക്കും? സ്വാഭാവികമായിട്ട് അവനവനോട്. ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്. ഞാൻ അല്ല എന്നുള്ള പലരും പറയുമായിരിക്കും. പക്ഷെ അവനവനെ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഒരു ഉപദേശം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉപദേശം തന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഏതെങ്കിലും ഒരു ഉപദേശമല്ല, ഈ പറഞ്ഞ ഓരോ മനുഷ്യനിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ടാവും. ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കാനുണ്ടാവും, ഓരോ സാഹചര്യത്തിൽ നിന്ന് പഠിക്കാനുണ്ടാവും, ഓരോ കാലത്ത് പലതും പഠിക്കാനുണ്ടാവും. അപ്പോൾ ഓരോ പാഠങ്ങളും വിലപ്പെട്ടതാണ്. നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പാഠങ്ങളുടെയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന തിരുത്തുകളുടെയും ഒക്കെ ഭാഗമായിട്ടാണല്ലോ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു 20 വർഷം മുമ്പുള്ള എൻ്റെ പല കാഴ്ചപ്പാടുകളും ഇന്ന് ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നില്ല. പലതും അയ്യോ അത് അത്രയേ ഉള്ളൂ എന്നൊക്കെ തോന്നി നമ്മൾ തിരസ്കരിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു നിരന്തരമായിട്ടുള്ള എവല്യൂഷൻ ആണല്ലോ. അതില് ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പല ആളുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ചിലപ്പോ ഒരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ആളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുപ്പമുള്ള ആളോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു റീല് കണ്ടാൽ പോലും അതിൽ നിന്ന് പോലും ചില സ്പാർക്കുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമുക്ക് അതിൽ ഉള്ള ആളുകളെ പോലും അറിയില്ല, ഒന്നും അറിയില്ല. അതിൽ നമുക്ക് ഒത്തിരി പാഠം ഉൾക്കൊള്ളാൻ കഴിയും. ചില സാധനങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഭയക്കുന്നുണ്ടോ? ഭയക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. അതൊരു റിയാലിറ്റിയാണ്, അതൊരു സാധ്യതയാണ്. സോഷ്യൽ മീഡിയയുടെ രൂപവും ഭാവവും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പല മീഡിയകളും അല്പം ഇറലവൻ്റ് ആയി മാറുമ്പോൾ പുതിയ മീഡിയകൾ വരുന്നുണ്ട്, പുതിയ സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സമൂഹത്തിലെ മാറ്റമാണ്. സമൂഹത്തിലെ മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരല്ല രാഷ്ട്രീയക്കാർ. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് സമൂഹത്തെ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കി അതിനെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നുള്ളത്. എപ്പോഴെങ്കിലും കാല് ഇടറുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ചില ആളുകളുടെ പ്രതികരണങ്ങളും ചില തിരിച്ചടികളും നമ്മൾ വിചാരിക്കുന്ന പോലെ മുഴുവൻ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേ ഉള്ളൂ. പക്ഷെ ഒരു ലാർജർ സെൻസിൽ നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. കാരണം അതിലിപ്പോൾ നമുക്കൊക്കെ
ഞാൻ ആ നിലയ്ക്ക് മറ്റു പലർക്കും കിട്ടാത്ത അവസരങ്ങൾ കിട്ടിയ ഒരാളാണല്ലോ. അപ്പൊ അതിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ആ മുന്നോട്ടുള്ള യാത്ര ഇനിയും മുന്നോട്ട് തന്നെ നീങ്ങണം. ഈ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ ചോദിച്ചു, കുറെ ഉത്തരങ്ങൾ പറഞ്ഞു. പല കാര്യത്തിൽ നിന്നും എനിക്ക് ഉത്തരം തരാതെ പിടിതരാതെയും മാറി. വീണ്ടും ചോദിച്ചാൽ ഞാൻ വീണ്ടും പിടിതരാതെ പോയി അവസരത്തിൽ പിടിതരാതെ പോയെങ്കിലും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യത്തിലും പ്രതികരിക്കുന്ന ആളാണ്, മുഖത്ത് നോക്കി പറയുന്ന ആളാണ്, ഫേസ്ബുക്കിലൂടെയാണ് നമ്മുടെ ചുമര് ഫേസ്ബുക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. പറയേണ്ടത് പറയേണ്ട രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പിൻവലിക്കേണ്ടതായിട്ട് ഖേദം ആയിട്ടുമുള്ള സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ എങ്കിലും താങ്കൾ ആർജവമുള്ള ഒരു നേതാവാണ്. ഞാൻ കാണുന്നത് സമരമുഖങ്ങളിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് താങ്കൾ വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ, സമരമുഖത്തിൽ ആ പ്രായത്തിൽ MLA ആകാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആ ഒരു യാത്ര തുടരുകയാണ്. ഇനി അടുത്ത ഇലക്ഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പാർലമെന്റ് ഇലക്ഷൻ ഇല്ല എന്ന് ഇലക്ഷൻ എന്ന സാധനം തന്നെ ഇപ്പൊ എന്റെ തലയിൽ പാർലമെന്റ് എന്നുള്ളതല്ല. ഇലക്ഷൻ എന്ന ഇനി ഇലക്ഷനുള്ള വരുന്നത് പോലെ വിജയവും തോൽവിയും ജനങ്ങൾ തീരുമാനിക്കുന്നു അല്ലേ? അതാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഒത്തിരി സന്തോഷം, ഒത്തിരി സമയം എനിക്ക് വേണ്ടി ഈ സമയത്ത് ചെലവഴിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. താങ്കളുടെ യാത്രയിൽ എന്നും കൂടെ ഉണ്ടാവും. താങ്ക് യു.